ചെറിയ കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കണ ഈ സമയത്ത്. ഒരു വീട്, ആ വീട്ടില് ഒരു മല ആണ്. അവന്റെ ജനലിൽ നിന്ന് നോക്കുമ്പോ മലയാണ് കാണുന്നത്. അപ്പൊ ദൈവത്തോട് അവൻ പറയാണ്, ദൈവമേ, അത്രയും ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ മല ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡാക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പൊ ദൈവം പറയും, എന്നെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്തു തരാൻ പറ്റുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവൻ ഓടിപ്പോയിട്ട് വിശ്വസിച്ച് കിടന്നുറങ്ങി ഓടിപ്പോയിട്ട് ആ ജനൽ തുറന്നു നോക്കിയപ്പോൾ മല അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവൻ ദൈവത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, മാറ്റിയിട്ടില്ല, ഞാൻ വിശ്വസിച്ചു. അല്ല, നീ ശരിക്കും വിശ്വസിച്ച് ഒന്നും കൂടി ട്രൈ ചെയ്യുന്നത്. അപ്പൊ അവൻ ഉറങ്ങാൻ നേരം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഈ മല അപ്പുറത്ത് പോകുന്നു, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങി. എന്നുവെച്ചാൽ രാവിലെ ആണല്ലോ അത് മാറാ. രാവിലെ അവൻ നേരത്തെ അലാമൊക്കെ വെച്ച് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയിട്ട് അവൻ ആ വിൻഡോ തുറന്നു നോക്കിയപ്പോ മല അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, ദൈവത്തെ വിളിച്ചു, ദൈവമേ, ഇതുപോലെ ആൾക്കാരെ പറ്റിക്കരുത്. ഞാൻ എത്ര വിശ്വസിച്ചെന്നറിയോ, എന്നിട്ട് മല മാറിയില്ല. അപ്പൊ ദൈവം ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നീ അത്രയ്ക്ക് നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ രാവിലെ എഴുന്നേറ്റിട്ട് ആ ജനലിലല്ലേ നോക്കേണ്ടിയിരുന്നത്? നീ എന്തിനാ ആ ജനലിലേക്ക് നോക്കിയത്? അപ്പൊ നിനക്ക് അപ്പോഴും ഡൗട്ട് ഉള്ളതുകൊണ്ടല്ലേ അവിടെ പോയി നോക്കിയത്. മല വരേണ്ടിയിരുന്നത് എവിടെയാ? അവിടെയാണ്. വിശ്വാസമുള്ളവര് അവിടെ നോക്കുള്ളൂ, ഫസ്റ്റ് അവിടെ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് അവന് മനസ്സിലായി വിശ്വാസം എന്താണെന്നുള്ളത്. നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ റിയാലിറ്റി. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ റിയാലിറ്റി.